എനിക്ക് കേക്കണ്ട സ്വപ്നേ. ഞാൻ പറഞ്ഞു, ഞാൻ കലിപ്പനാണ്, ഭയങ്കര കലിപ്പനാണ്. ഞാൻ കൈയുടെ ഞരമ്പൊക്കെ ഞാൻ കടിച്ചു മുറിച്ച് കളയും. സ്വപ്നേ, 10 മിനിറ്റിനുള്ളിൽ നീ പാർക്കിൽ എത്തിയിരിക്കണം. വേണ്ട സ്വപ്നേ. ഡാഡിയുടെയും മമ്മിയുടെ കാര്യം എന്നോട് പറയല്ലേ. നീ എത്തണം, ഇല്ലെങ്കിൽ ഞാൻ മണ്ണെണ്ണ വെച്ച് കത്തിച്ച് ആത്മഹത്യ ചെയ്ത് കളയും. സത്യമായിട്ട് ഞാൻ കലിപ്പനാണ്. കരിമ്പ് ഞാൻ കടിച്ചു മുറിക്കും, തേങ്ങ കടിച്ചു മുറിക്കും. എന്റെ അമ്മയെ ഞാൻ ചെയ്യും. ഞാൻ ഉറപ്പായിട്ട് ഞാൻ ചെയ്യും. ഞാൻ കലിപ്പനാ. ഉയിരിൽ നിറയും നീയാരോ, കനവിൽ വളരും നീയാരോ. വാവാ, ഹലോ വാവേ, ഇച്ചായനാണേ. ഒരു കാലി ചായ കുടിക്കാൻ ഗതിയില്ലാത്തവനായി ഇച്ചായൻ. പിന്നെ വാവേ, വാവ പറഞ്ഞ പോലെ പച്ച ഷർട്ടിട്ട് ഞാൻ ഈ പാർക്കിൽ 32ാം സീറ്റ് വന്നിരിപ്പുണ്ട്. നമുക്കിന്ന് കാണണം. പിന്നെ ഒരു കാര്യമുണ്ട് കേട്ടോ, ഈ പച്ച ഷർട്ടിൽ എന്നെ കാണാൻ ഷാറൂഖ് ഖാനെ പോലെയാണ്. അളിയാ വേണുവേ, എടാ നീ ഷാരൂഖ് ഖാനെ കണ്ടിട്ടുണ്ടോ? ഇല്ല, നീ പാർക്കിലോട്ട് വാ, കിടുക്കാച്ചി ഒരു ഷാരൂഖ് ഖാന്റെ കുഞ്ഞിനെ ഞാൻ കാണിച്ചു തരാം. അപ്പൊ എല്ലാം പറഞ്ഞ പോലെ. പിന്നെ സ്വപ്നെ അറിയാലോ, നമ്മൾ ആദ്യമായിട്ടാണ് കാണുന്നത്. നമ്മൾ ഇന്ന് കിടക്കണം. ഞാൻ പറഞ്ഞ പോലെ നീ റോസ് ഡ്രസ് ഇട്ട് വരണം കേട്ടോ. എന്തുവാടാ? ഉമ്മ വെച്ചതാ. ഉമ്മ വെച്ചാ? ഞാൻ വിചാരിച്ച നിന്റെ കിറി ഫോണെ ഉടക്കിയതാണ്. ഉമ്മ എന്തോ അല്ല, എനിക്ക് മനസ്സിലാവാത്തോണ്ട് ചോദിക്കുക. ആരാ? വളക്കച്ചവടക്കാരനാണ്? അയ്യോ, വളക്കച്ചവടക്കാരനല്ല. ഇത് ഞാൻ എന്റെ കാമുകിനെ ഇംപ്രസ് ചെയ്യാൻ വേണ്ടി കൊണ്ടുവന്നേക്കാം, പ്രപ്പോസ് ചെയ്യാൻ. അടിപൊളി. അല്ല പോട്ടെ, നീ എങ്ങനെയാ പ്രപ്പോസ് ചെയ്യുന്നത്? ഞാൻ ഇങ്ങനെ മുട്ടുകുത്തി നിൽക്കും. ഈ മോതിരം അവളുടെ കയ്യിൽ കൊടുത്തിട്ട് വിൽ യു മാരി മീ. ഈ ബലൂണുകൾ അവൾക്ക് സമ്മാനമായി നൽകും. അല്ല, നീ എന്ത് കൊടുത്തിട്ട് പ്രപ്പോസ് ചെയ്യുന്ന പറഞ്ഞ? ചുമക്കുമ്പോ തിരിച്ചു വരുമായിരിക്കും അല്ലേ? എടാ വികടകുമാരാ, നിനക്ക് ഇങ്ങനെയാണോ പ്രേമം പറയാൻ ഉണ്ടാക്കാനുള്ളത്? താനൊന്നും മനസ്സിലാണോ? താനല്ലോ പെണ്ണിന്റെ ഫിഗർ ചെയ്തത്. പെണ്ണിന്റെ ഫിഗർ ചെയ്താ ഞാനാ? എടാ ചുണ്ടിന്റെ കാര്യം ജഡ്ഡിട്ട് ഇറക്കുന്നവനെ, എന്റെ വായിരിക്കുന്ന വല്ല നീ കേൾക്കും കേട്ടോ. എന്റെ പുൾകാൻ 32, 31. അവൻ അവിടെ കയറിയിരുന്ന ആ 31 ഇട്ട് പോയിരുന്നേ. ഞാൻ 31 ഇരിക്കത്തില്ല, 32 ഇരിക്കും. നിന്നെ ഇവിടെ ഒട്ടിച്ചു വെച്ചേക്കുവാണോ? പുല്ല എന്റെ വായിരിക്കുന്ന വല്ല 31 ഇട്ട് പോയിരിക്കണോ? ഇരിക്കത്തില്ല. വാട ഇടിച്ചു വാടാ ഇടിയാ വാടാ. സ്വപ്നേനെ വിളിച്ചിട്ട് 31 ഇരിക്കാൻ പറ. താങ്കൾ വിളിക്കുവാൻ ശ്രമിക്കുന്ന നമ്പർ ഇപ്പോൾ സ്വിച്ച്ഡ് ഓഫ് ആണ്. ദയവായി അല്പസമയം കഴിഞ്ഞു വിളിക്കുക. എന്ത് ചെയ്യാനാന്ന് പറ. ഞാൻ പച്ച ആയിരിക്കണം, അവന് പച്ച. അവൻ 32 ഇരിക്കണം. അവനോട് കൂട്ടുകൂടി അവൻ അവിടെ നിന്ന് മാറ്റാം. ചിരിക്കാൻ വന്നാ? അയ്യോ അല്ല, ഞാനങ്ങ് മറ്റേ കൊളക്കടവീന്ന് വരുവാ. കൊളക്കടവീന്ന് വരാ? നീ എന്താ ബാർബർ ഷോപ്പോ? ഇങ്ങനത്തെ തമാശയൊക്കെ കയ്യിലുണ്ടോ? ഇടയ്ക്കൊക്കെ ഞാൻ കിട്ടും. ഇയാൾ എവിടുന്ന് വരുവാ? ഞാൻ കൂത്താട്ടുകുളത്തുനിന്ന് വരുവാ. കൂത്താട്ടുകുളത്തുനിന്ന് വരാൻ നീ ആരാടാ? ഇല്ലടാ, അതിൽ നിന്ന് ഒന്നും കിട്ടിയാലോ നിനക്കൊന്നും അടിക്കാൻ കിട്ടിയാലോ. അപ്പൊ ഞാൻ കണ്ടന്റിലേക്ക് കടക്കാം. നിങ്ങൾക്കൊരു പെണ്ണിനെ കാണാതെ പ്രേമിക്കാൻ പറ്റുമോ? അങ്ങനെ ചോദിച്ചാൽ പറ്റത്തില്ല. പക്ഷെ നിങ്ങൾക്കൊരു കാര്യം അറിയാമോ? കഴിഞ്ഞ 6 മാസമായിട്ട് ഞാനും എന്റെ സ്വപ്നയും കാണാതെ പ്രേമിച്ചോണ്ടിരിക്കുവാണ്. ഞാനാണെന്നും അവളാണെന്നും ഞങ്ങൾക്കറിയത്തില്ല. കാരണം ഞങ്ങൾ കണ്ടിട്ടില്ല. നിന്റെ പ്രേമം എന്തുകൊണ്ട് 6 മാസം നീണ്ടിടുന്നറിയോ? ഇല്ല. അവള് നിന്നെ കാണാത്തോണ്ട്. കണ്ടു കഴിഞ്ഞാൽ ഇതിന് ഇപ്പൊ തിരശ്ശീല വീഴും. തിരശ്ശീല വീഴും, നാടകം നടത്തുമെന്നൊക്കെ ഞാൻ തീരുമാനിച്ചോളൂ. എടോ, താൻ ഇവിടെ വന്നിരുന്നുണ്ടല്ലോ, അവള് തനിക്ക് സെറ്റ് ആവും. കാര്യം ഞാൻ പറഞ്ഞു കൊടുക്കുന്ന അടയാളാണ് പച്ച ഷർട്ടും 32. ഇപ്പൊ താൻ പച്ച ഷർട്ടും 32. അതുകൊണ്ടൊന്നും എനിക്ക് മാറടോ. അപ്പൊ നീ ഇതുവരെ അവളെ കണ്ടിട്ടില്ല? ഇല്ല. നിന്നെ ഇതുവരെ അവളും കണ്ടിട്ടില്ല? ഇല്ല. ഈ ചെറുക്കന്റെ കാര്യം എന്ന് പറ. ഞാനും പച്ച, അവനും പച്ച. അവൾ ഇവനെ കണ്ടിട്ടില്ല. അപ്പൊ എന്നെ കണ്ട എന്റെ കൂടെ പോരും. ഞാൻ മാറില്ല. ഞാൻ ഇവിടെ തന്നെ ഇരിക്കത്തുള്ളൂ. നീ ഇവിടെ ഇരിക്കത്തുള്ളൂ എന്ന് പറയാൻ ഇത്ര കാരണം എന്നാ? എന്റെ പൊന്നു കൂട്ടുകാരാ, എന്റെ കാമുകി ഞാൻ വിട്ട് പിണങ്ങിയിരിക്കുക. ആണോ? ഇതൊക്കെ ഒരു കാരണമാണോടാ? തൽക്കാലത്തേക്ക് ഇതൊക്കെ ഒരു കാരണം. അല്ല, എന്താണ് കാമുകിയായിട്ട് പിണങ്ങാൻ കാരണം? എന്റെ പൊന്നടാവേ, ഞാൻ അവൾക്ക് ഭയങ്കര ആഗ്രഹം നമുക്കൊരു ഫോൺ വേണമെന്ന്. ഞാൻ അപ്പൊ അവൾക്ക് ഒരു ഫോൺ എടുത്തു കൊടുത്തു. ഒറ്റ നിബന്ധനയെ ഞാൻ അവളോട് വെച്ചോളൂ. ആ ഫോണിൽ നിന്ന് ആരെ വിളിക്കാനോ മെസ്സേജ് അയക്കാനോ ഫോട്ടോ അയച്ചു കൊടുക്കാനോ പാടില്ല. ഇത് 2 കൈയിലും തേനൊഴിച്ചിട്ട് നക്കരുതെന്ന് പറയണ പോലെ ആയിപ്പോയിനോട്. നക്കായിരിക്കും ഞാൻ നോക്കാം. നീ ഇതിൽ ഇടപെടണ്ട കേട്ടോ. അല്ല, പിന്നെ വേറെന്താണ് നിങ്ങൾ തമ്മിൽ പ്രശ്നം ഉണ്ടാകുന്നത്? വേറെന്താന്ന് പറഞ്ഞാൽ കഴിഞ്ഞ പ്രാവശ്യം വാലന്റൈൻസ് ഡേ അല്ലേ, അപ്പൊ ഞാൻ അവൾക്ക് ഒരു ഗിഫ്റ്റ് കൊടുത്തു. നല്ല കാര്യം. അത് അവൾക്ക് ഇഷ്ടപ്പെട്ടില്ലേ? ഇല്ലെന്ന്. എന്ത് ഗിഫ്റ്റാണ് നിങ്ങൾ കൊടുത്തത്? ഗാന്ധിജിയുടെ സത്യാന്വേഷണ പരീക്ഷണങ്ങൾ. ഒരു ലേബറിന്റെയും കൂടി മേടിച്ചു കൊടുക്കാത്ത ഒരു കാമുകിക്ക് മേടിച്ചു കൊടുക്കേണ്ട സാധനമാണോടാ ഈ സത്യാന്വേഷണ പരീക്ഷണം? നിനക്കൊക്കെ ഇത് എങ്ങനെ പെണ്ണ് സെറ്റ് ചെയ്യുന്നത് എനിക്കറിയില്ല. അതൊന്നും മേടിച്ചു കൊടുത്തിട്ട് ഒരു കാര്യമില്ല. ഈ സ്നേഹം എന്ന് പറയുന്നത് പിടിച്ചു മേടിക്കുന്നതല്ല.
വിട്ടുകൊടുക്കുന്നതാണ്. ആ അങ്ങനെ. അതുകൊണ്ടാണ് പറഞ്ഞത് നീ ദേ അപ്പുറത്തേക്ക് മാറിയിരിക്കും. അതുകൊണ്ട് ഞാൻ പറയാം, ഞാൻ മാറിയിരിക്കത്തില്ല. മാറിയിരിക്കത്തില്ല. ഇല്ല. നശിച്ചു പോകൂടാ. പിന്നെ അത് നീ പറഞ്ഞിട്ട് വേണല്ലോ കൂവക്കിഴങ്ങ് എനിക്ക് മനസ്സിലാക്കാം. പോടാ അവിടുന്ന്. എന്റെ സ്വപ്നനെ ഞാൻ കണ്ടുപിടിച്ചോളാം. നീ കണ്ടുപിടിടാ. ഒത്തിരി 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 സ്വപ്നങ്ങൾ പൂഞ്ചെപ്പിലൊളിച്ചു കളിച്ചൊരു വർണ്ണങ്ങൾ. ഒത്തിരി 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 സ്വപ്നങ്ങൾ പൂഞ്ചെപ്പിലൊളിച്ചു കളിച്ചൊരു വർണ്ണങ്ങൾ. കുഞ്ഞു കിനാവുകൾ കൂടണയുന്നൊരു മഞ്ഞു നിലാവിൽ ചേക്കേറാം. കുറുവാൽ പറവകൾ നീന്തി നടക്കും നഗരസരിത്തിൽ നീരാടാം. സ്വപ്ന, എന്നെ എന്തിനാ ഇപ്പൊ തല്ലിയേ? നിന്നോട് പലതവണ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഷാൾ ഇടാതെ വെളിയിറങ്ങരുത്. ഫ്രോക്കില് ഷാളാ? എന്റെ കൂടെ എവിടെ ഇറങ്ങിയാലും ഷാൾ ഇട്ടിരിക്കണം. നീ ഇപ്പൊ ആരെ നോക്കിയാ ചിരിച്ചേ? നീ ഇപ്പൊ ആരെ നോക്കിയാ ചിരിച്ചേ? നീ ഇപ്പൊ ചിരിച്ചു. നീ ആ കടലക്കച്ചവടക്കാരനെ നോക്കി ചിരിച്ച്. നീ ചിരിച്ച്. ഞാൻ കണ്ട്. നീ ചിരിച്ചില്ലേ? സത്യം പറ. ഇനി ഞാൻ ചത്തുകളെ സത്യം പറ. ചിരിച്ചില്ലേ? ചിരി തിരിച്ചെടുക്ക്. എനിക്കറിയണ്ട എങ്ങനെയാണ് നീ തിരി തിരിച്ചെടുത്തോ. അങ്ങനെയല്ല, നല്ലപോലെ തിരിച്ചെടുക്കുക. ചത്തുകളെ ഞാൻ പ്രൊഫഷൻ. നോ 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 നോ. ഞാനിങ്ങനല്ല. സ്വപ്ന, ഞാനൊരു സൈക്കോ ആണെന്ന് നിനക്ക് തോന്നിയിട്ടുണ്ടോ? ഇല്ല. പിന്നെ ഞാൻ നിന്നെ സഹിക്കുവാണെന്ന് എനിക്ക് തോന്നാറുണ്ട്. എന്തിനാ കരയുന്നേ? എന്തിനാ? ഞാൻ വിഷമിച്ച് കരയുവാന്നോ? പിന്നെ ഇന്ന് രാവിലെ തൊട്ട് ഭയങ്കര സങ്കടം. എന്നെ പറ്റി? അരുൺദാസിലെ എന്റെ ബെസ്റ്റി. ഉയ്യോ, മറ്റേ ആ പാട്ട് പാടുന്നു. അത് തന്നെ. ആ. ഇന്നലെ രാത്രി അവനെ ഒരു പാണ്ടിലോറി ഇടിച്ചിട്ട് നിന്റെ ബെസ്റ്റ് അല്ലേ അവൻ? എന്റെ ബെസ്റ്റി. റിലാക്സ്. പോട്ടെ, മനുഷ്യന്റെ കാര്യമില്ല, എന്ത് പറയണ. ഹലോ വീരണ്ണേ, ലോറിയുടെ ബാക്കി 2000 രൂപ ഞാൻ അക്കൗണ്ടിൽ ഇട്ട് തന്നേക്കാം കേട്ടാ, പേടിക്കണ്ട കേട്ടാ. സ്വപ്ന, പോട്ടെ, സാരമില്ല, അതൊക്കെ പോട്ടെ. നീ വരാൻ എന്താ ഇത്രയും വൈകിയത്? അതെന്നെ സംഭവം അറിയോ? എന്റെ രണ്ടാമത്തെ ബെസ്റ്റിയില്ല ജീവ. ഓ. അവൻ ഇന്നൊരു പുതിയൊരു ബൈക്ക് എടുത്തു. ആഹാ. അപ്പൊ അവന്റെ ഒരേ ഒരു നിർബന്ധം ഇന്ന് ഞാനുമായിട്ടൊന്ന് കറങ്ങാൻ പോണെന്ന്. അതുകൊണ്ട് അവനോട് ഫോണിൽ സംസാരിച്ചിട്ട് സമയം പോയത് അറിഞ്ഞേയില്ല. നിന്റെ രണ്ടാമത്തെ ബെസ്റ്റ് അല്ലേ? കറങ്ങിക്കോ, ഞാനൊന്നും പറഞ്ഞില്ലല്ലോ. മെസ്സേജ് വന്നു. വീരണ്ണേ, ഒന്നും പേടിക്കണ്ട, ഒരു വർക്ക് കൂടെ വരണുണ്ട്. അതിനുള്ള 2000 രൂപ അക്കൗണ്ടിൽ ഇട്ടേക്കാം. ഓക്കെ. സ്വപ്ന, ഞാൻ നിന്നെ ഒരുപാട് ഹേർട്ട് ചെയ്യുന്നുണ്ടല്ലേ? സ്വപ്ന, ഞാൻ നിന്നെ ഒരുപാട് വേദനിപ്പിക്കുന്നുണ്ടല്ലേ? സ്വപ്ന, ഞാൻ പറയുന്ന വാക്കുകൾ നിനക്ക് ഹരാസ്മെന്റ് ആവുന്നുണ്ടല്ലോ? സ്റ്റോപ്പ്. നിനക്ക് നമ്മുടെ പ്രണയം തുടങ്ങി അന്ന് തൊട്ട് നിനക്കെന്റെ സംശയ. നീ ഒരു കാര്യം മനസ്സിലാക്കണം, ഇതുവരെ ഒരു അന്യപുരുഷന്റെ മുഖത്ത് നോക്കാത്തതാണ് ഞാൻ. അങ്ങൊരു വ്യക്തി അല്ല ഈ സ്വപ്ന. ആണ്ട പട്ടം പോലെ ഒരു മനുഷ്യൻ. പൊന്നിൻ മുകിൽ തരും ഇളം നിറം വാരിച്ചൂടി മഞ്ഞിൻ തുകിൽ പടം ഇടും സുമതടങ്ങൾ പോകി മറந்த കണങ്ങൾ ഒഴുക്കി മനസ്സിൽ കുറിച്ചു തരുന്നു നിൻ സംഗീതം. കൂട്ടിൽ നിന്നും മേട്ടിൽ വന്ന ആരാട്ടത്? അതറിയാതെയാണോ നീ കൂടെ തുള്ളിയത്? ആരാടാ നീ? സ്വപ്ന, പോ. കഴിഞ്ഞ 6 മാസം നമ്മൾ പ്രേമിച്ചു. നീ എന്നെയും ഞാൻ നിന്നെ കണ്ടിട്ടില്ല. ഇനി നമ്മൾ പുതിയൊരു ജീവിതം തുടങ്ങാൻ പോവാണ്. നമ്മുടെ കുടുംബം വളരണം. ഒരുപാട് മക്കളുണ്ട്. അങ്ങനെ വേണം നമുക്ക്. ആണ്ടേ തലകറങ്ങി പോണേ. പിടിക്ക്, ബാക്കി കണ്ടന്റാ പോകുന്നത്. ബാക്കി കണ്ടന്റാ, പിടിക്ക്. സ്വപ്ന, അവൻ നിന്നെ ഉമ്മ വെച്ചല്ലേ? വൃത്തിയിട്ടവളെ, നിന്റെ ഉമ്മ വെച്ചവൻ. തെറ്റാണോ? തെറ്റാണ് നീ ചെയ്തത്. ഒരു മിനിറ്റ്. അതുമായി തിരിച്ചു കൊടുത്ത് അവള്. നിനക്ക് 32ാമത്തെ സീറ്റ് കിട്ടാതെ കുറുവല്ല, കുതിക്കുറുവാ.
അതെന്റെ സ്വപ്ന. ഏത്? ആ നിക്കുന്നത്. എടാ തൈക്കുടം ബ്രിഡ്ജ്, അത് എന്റെ പെണ്ണാടാ. എടാ 6 മാസമായിട്ട് ഞാൻ അവളോട് പ്രേമത്തിലാ. സോറി, ക്ഷമിക്കണം. ഞാൻ എന്റെ സ്വപ്നം ഇതുവരെയും കണ്ടില്ല. സ്വപ്ന എന്നുള്ള പേര് കേട്ടപ്പോൾ ഞാൻ ഓർത്തു നിങ്ങളായിരിക്കുമെന്ന്. ക്ഷമിക്കണം. പോട്ടെ, ശരി. ഞാൻ കലിപ്പനാണ് ഞാൻ. നമ്മൾ കൂളാവണം. ഏട്ടാ ഇങ്ങ് വന്നേ, ഇരുന്നേ, കൂളായിക്ക്. എന്നാലും അങ്ങനെ റൊമാൻസ് ടൈമിൽ എന്തിനാണ് നമ്മൾ മറ്റുള്ള പേര് സ്വപ്ന. ഭയങ്കര ചൂട്. ഇട്ടുകൊണ്ട് വന്ന ഡ്രസ്സും ഇട്ടുകൊണ്ട് വന്ന ഡ്രസ്സ് റോസ്. 32 സീറ്റ്. ഹലോ ഹലോ, എടാ ശശി, എന്താടാ? എടാ ഞാൻ നിന്നൊരു പെണ്ണിനെ പ്രേമിക്കണ കാര്യം പറഞ്ഞില്ലേ? ആ സ്വപ്ന എന്ന് പറഞ്ഞ്. ആ ഇന്ന് ഞാൻ അവളെ കാണാൻ എന്ന കാര്യം പറഞ്ഞില്ലേ? ഓ അവള് വന്നടാ 32ാമത്തെ സീറ്റിൽ വന്ന്. ആ പേര് സ്വപ്ന, ആ. ഇട്ട ഡ്രസ് റോസ്. ഓക്കേ. പറഞ്ഞ ക്ലൂ ഒക്കെ കറക്റ്റ്. ആ. പക്ഷെ അവള് ഇപ്പൊ വേറൊരുത്തിന്റെ പെണ്ണാന്ന് പറയുന്നു. അത് എന്റെ പെണ്ണാണോ അവന്റെ പെണ്ണാണോ? എടാ, നീ പറഞ്ഞ സാമ്യങ്ങളെല്ലാം കറക്റ്റ് അല്ലേ? ആ. അപ്പൊ എങ്ങനെ അവന്റെ പെണ്ണാവും? അത് നിന്റെ പെണ്ണല്ലേ? എന്റെ പെണ്ണാണോ? പിന്നെ പക്ഷെ ആരുടെ പെണ്ണായാലും ഉണ്ടല്ലോ, പാവം പിടിച്ചൊരു പെണ്ണാ. ആ. വെയിൽ വന്നപ്പോഴേക്കും അവനെയും കൂടി കൊടയിൽ കയറ്റിട്ട് വെയിൽ കൊള്ളാണ്ട് അവര് നോക്കിയിരിക്കും. നീ ഇപ്പൊ എവിടെ നിക്കുന്നേ? ഞാൻ പാർക്കില് അടുത്തെന്താ കാണുന്നേ? ഒരു സ്വിമ്മിംഗ് പൂള്. എടുത്ത് ചാടി ചാവട ഇങ്ങനെ ജീവിക്കണേ കാട്ടി. എക്സ്ക്യൂസ് മീ, Yes. ഒരു കാര്യം സംസാരിക്കാനുണ്ടായിരുന്നു. പോയിട്ട് 6 മാസം കഴിഞ്ഞു. നീ ആരടാ? കരയാമയോ? ഇങ്ങോട്ട്. എടി സ്വപ്ന, നീ എന്നെ ചതിക്ക് വരുന്നല്ലേടി? പച്ച വിട്ടിൽ ആൾട്രേഷൻ ചെയ്ത പോലെ ഒരുത്തരെ കണ്ടുപിടിക്കും. എനിക്ക് മനസ്സിലായി. എനിക്ക് നിന്റെ അറിയത്തില്ല. എന്റെ പൊന്നു ചേട്ടാ ആരാ അറിയാമെങ്കിൽ പറയാം. എനിക്കെല്ലാം മനസ്സിലായി. ആ, എന്റെ ഏട്ടയ്ക്ക് മനസ്സിലാടാ, പറഞ്ഞിടാ. പറയടാ. നിന്റെ കാമുകിയുടെ പേരെന്താന്ന് പറഞ്ഞേ? സ്വപ്ന. നിന്റെ പേരെന്താന്ന് പറഞ്ഞേ? സ്വപ്ന. നിന്റെ കാമുകി ഏത് ഡ്രസ് ഇട്ടെന്നാ പറഞ്ഞേ? റോസ്. നീ ഏത് ഡ്രസ് ഇട്ടെന്ന് വന്നേ? റോസ്. നിന്റെ കാമുകി എത്രാമത്തെ നമ്പർ ഇരിക്കുന്ന പറഞ്ഞേ? 32. നീ എത്രയില്ല വന്ന് ഒടുങ്ങിയത്? 32. അപ്പൊ നിങ്ങളെ തമ്മിൽ അഭിഹിതം. എനിക്ക് മനസ്സിലായി, എനിക്ക് മനസ്സിലായി. എന്റെ ജീവിതം തൊഴഞ്ഞ് എന്നെ ചതിച്ച് ഇനി നിനക്ക് വേണ്ട. അങ്ങനെ പറയില്ല. എനിക്ക് നിന്നെ വേണ്ട. അങ്ങനെ പറയില്ലേ. എനിക്ക് നിന്നെ വേണ്ട. എനിക്ക് നിന്നെ വേണ്ട. അമ്മയുടെ പൊന്നാരാ? ഞാനാ. തക്കുടുവാരാ? ഞാനാ. നമ്മുടെ പൊന്നാച്ചി ആരാ? ഞാനാ. നമ്മുടെ തക്കുടും കൊണ്ട് വന്നേ. ഞാനാ. ഇനി അമ്മച്ചോട് ഇങ്ങനെ പണങ്ങോ? ഇല്ല. ആരാ കഴിഞ്ഞ കുഞ്ഞു മക്കളെ എന്നെ കണിക്കാൻ പാടില്ല. എടാ, ആ മീശ വടിച്ചിട്ട് വല്ല പുല്ലെടുത്ത് അവിടെ സെറ്റ് ചെയ്യാൻ നോക്ക്. അവൻ അസൂയ. അവൻ അസൂയ. എനിക്കതല്ല, എന്റെ ഈ 250 കോടി സ്വത്തിന് ഒരു പാർട്ണർ ഇല്ലാണ്ടായി പോകൂല ദൈവമേ. അമ്മയുടെ തക്കുടി ജസ്റ്റ് ഒന്ന് മാറി. എന്നാ പിള്ളേര് കളിക്കുന്നതാ. You cheat. അപ്പൊ നീ എന്നെ തൊട്ടല്ലേ? മറ്റൊരാളുടെ പെണ്ണാണ് ഞാൻ. ആര്? ആ, അദ്ദേഹത്തിന്റെ പെണ്ണാണ് ഞാൻ. അദ്ദേഹോ? അതാണ്ടാകുന്ന അദ്ദേഹം. പോട്ട് കിണ്ടി പോലെ ഒരുത്തരെ കിട്ടിയപ്പോ അവക്ക് എന്നാ വേണ്ടെന്ന്. വെളിച്ചം കൂടി പോലെ ഇരിക്കണം. നീ സൂപ്പറല്ലോ. ഞാൻ പറഞ്ഞില്ലേ, ഞാനാണ് നിന്റെ ചെറുക്കൻ. നമുക്ക് ഇവിടെ നിന്ന് ഒരു പുതിയ ജീവിതം ആരംഭിക്കാം. സ്വപ്നേ, ലാസ്റ്റ് ആയിട്ട് ഞാൻ ഒരു കാര്യം പറയുവാ. നീ ചെവി നുള്ളിക്കോ. വീട്ട് വാടി പോവാ. പട്ടിയാക്കി എന്നെ പട്ടിയാക്കി. ആണ്ടെ, നീ എന്തിനാ എന്നെ വിളിക്കുന്നേ? ഞാൻ വിളിച്ചു എന്റെ ഫോൺ എറിഞ്ഞു പൊട്ടിച്ചില്ലേ? ആണോ? ഹലോ. ഹലോ ഇച്ചായ, എന്തോ? എനിക്കിന്ന് വരാൻ പറ്റത്തില്ല കേട്ടോ. സ്വപ്ന വീട്ടിലാണോ? ആ ഇച്ചായ, ഈ അച്ഛനുണ്ടല്ലോ എന്റെ ഫോൺ സ്വിച്ച് ഓഫ് ആക്കി വെച്ച് എന്നെ പൂട്ടിയിട്ടിരുന്നു ഇത്ര നേരം. അപ്പൊ എന്റെ കൂടെയുള്ള സ്വപ്ന ആര്യാ? എന്നതാ? ഒന്നുമില്ല, വിളിക്കാം. എന്നാ അമ്മായിയുടെ പേരെന്നാ? ഞാനൊരു കാര്യം പറയട്ടെ, ഞാൻ ഉദ്ദേശിച്ച ആള് നിങ്ങളല്ല. പോയി, ഉള്ളത് പോയി, എല്ലാം പോയി. ഓട്ട് കിണ്ടെങ്കിൽ ഓട്ട് കിണ്ടി. ജെറ്റാണോ പോയത്? അമ്മയുടെ പൊന്നാരാ? അമ്മയുടെ നായര്. ഈ പുല്ലേ. അപ്പൊ ചേട്ടാണ് സ്വപ്ന. നീ എന്റെ ദുസ്വപ്നം. ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം. ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ, ആസ്വദിക്കൂ.